അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട അല്ലാഹുവിൻ്റെ മഹത്വമായ ഒരു ദിക്ർ, മഹാന്മാർ വളരെയധികം മഹത്വം കൽപ്പിച്ച, മഹത്വങ്ങൾ പറഞ്ഞു തന്ന ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. മഹാന്മാർ പറയുന്നു, ഈ ദിക്ർ 100 തവണ വരെ ദിവസേന ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ഏത് ഉദ്ദേശവും ഏത് പ്രയാസവും ഈ ഒരു ദിക്ർ ചൊല്ലുന്ന സമയത്ത് അവൻ എന്ത് കരുതിട്ടാണോ ചൊല്ലുന്നത്, ദിനം പ്രതി ചൊല്ലുന്നത്, അത് അദ്ദേഹത്തിന് അതിവേഗത്തിൽ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും, അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഇത് റജബ് മാസമാണ്, അടുത്തത് ശഅബാൻ മാസമാണ്, പിന്നെ വരുന്നത് അതിമഹത്തായ റമദാൻ മാസമാണ്. അപ്പോൾ നമ്മുടെ ഈ മാസങ്ങൾ തീരുന്നതിന് മുമ്പ് തന്നെ, പരിശുദ്ധ റജബ് മാസം തീരുന്നതിന് മുമ്പ് തന്നെ, ഇന്ന് തന്നെ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ നല്ലൊരു ഉദ്ദേശം, ആ നല്ലൊരു ആഗ്രഹം അല്ലാഹു തആല പൂർത്തിയാക്കി തരും. ഒരു സംശയവുമില്ല. മഹാന്മാർ പഠിപ്പിച്ചതാണ്. നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് നല്ല ഒരു പരിഹാര മാർഗമാണ്, സൊല്യൂഷനാണ് ഈ പറയാൻ പോകുന്നത്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ ഒരാൾ ദിനം പ്രതി ഓരോ ദിവസവും 100 തവണ വീതം ചൊല്ലിയാൽ അവന്റെ ഏത് ഉദ്ദേശവും ഏത് ലക്ഷ്യവും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല നമുക്ക് നല്ല ഇഖ്ലാസോടുകൂടി ഇത്തരത്തിലുള്ള നല്ല ദിക്റുകൾ, അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം വാഴ്ത്തപ്പെടുന്ന ഈ ഒരു ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു കിട്ടും. അല്ലാഹു തആല കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കുമാരാകട്ടെ. എല്ലാവരും ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു തആല നമുക്ക് ദിക്റുകൾ ചൊല്ലി ദാക്കിരീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ദിക്റുകൾ ചൊല്ലുമ്പോൾ പ്രധാനമായി ലക്ഷ്യം വെക്കേണ്ടത്, പ്രധാനമായും നിങ്ങളോട് പറയാനുള്ളത്, വെറും ദുനിയവിയായ ചിന്തകൾ മാത്രം വെച്ച്, ദുനിയവിയായ ഉദ്ദേശങ്ങൾ മാത്രം പൂർത്തിയാവാനുള്ള ഒരു ലക്ഷ്യം വെച്ച് മാത്രം ചൊല്ലരുത്. ദുനിയാവിൽ മാത്രമായിരിക്കും അതിന്റെ ഫലം ലഭിച്ചു പോവുക. ആഖിറമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. എൻ്റെ ദുനിയാവ് ഇന്നല്ലെങ്കിൽ അവസാനിക്കും. എൻ്റെ ഉദ്ദേശം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈ ഒരു ജീവിതം, ദുനിയാവിലുള്ള ജീവിതം അവസാനിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഏത് സമയത്ത് നമുക്കുള്ള ഈ ഒരു ജീവിതം അവസാനിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു ജീവിതമാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് എപ്പോഴും മരിച്ചാലും, ഏത് സമയത്ത് മരിച്ചാലും, ഇവിടെ വെച്ച് മരിച്ചാലും നമുക്ക് ഈമാനോടുകൂടി പോവണം, ഈമാനോടുകൂടി രക്ഷപ്പെടണം. എന്നാൽ ഇത്തരത്തിലുള്ള ദിക്റുകൾ, ദിക്ർ മജ്ലിസുകൾ, അതേപോലെ തന്നെ സ്വലാത്തുകൾ ജീവിതത്തിൽ ധാരാളം ചൊല്ലുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാര മാർഗം. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെ ചേർക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.